ഹായ് ഗായ്സ്, ഇറ്റ്സ് മീ ദിമല്ലു ബാങ്കർ. അപ്പോൾ കുറേ ദിവസങ്ങളായി വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്തിട്ട് എനിക്കറിയാം. ഞാൻ എൻ്റെ പേഴ്സണൽ റീസൺസൊക്കെ ഞാൻ നിങ്ങളോട് ടെലിഗ്രാമിൽ പറഞ്ഞിരുന്നു. അതുകൊണ്ടാണ് ഞാൻ വീഡിയോസൊന്നും അപ്ലോഡ് ചെയ്യാതിരുന്നത്. ആൻഡ് ഫൈനലി SBI ക്ലർക്കിൻ്റെ പ്രിലിംസ് റിസൾട്ട് ഔട്ടായിട്ടുണ്ട്. സോ അപ്പോൾ എൻ്റെ റിസൾട്ട്സ് നിങ്ങളുമായിട്ടൊന്ന് ഷെയർ ചെയ്യാമെന്ന് ഓർത്താണ് ഞാൻ ഉള്ളത്. നിങ്ങൾ ക്ലിയർ ആയോ ഇല്ലയോ എന്നും അതുപോലെ തന്നെ എത്ര മാർക്സാണ് സ്കോർ ചെയ്തതെന്നും ഒന്ന് ജസ്റ്റ് കമൻറ്റ് ചെയ്യുക. എനിക്കൊരു ടെലിഗ്രാം ചാനലുണ്ട്. അതിൽ ഞാൻ നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള എല്ലാ PDFs അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഫ്രീ ആയിട്ട് അവൈലബിൾ ആണ്. അത് യൂസ്ഫുൾ ആകും എന്നാണ് എൻ്റെ ഒരു പ്രതീക്ഷ. സോ അത് മാക്സിമം യൂട്ടിലൈസ് ചെയ്യുക. സോ നമുക്ക് എൻ്റെ റിസൾട്ട്സ് കാണാം. ഞാൻ ഓൾറെഡി പറഞ്ഞിരുന്നു, ഞാൻ ഒത്തിരി പ്രതീക്ഷയോട് കൂടിയായിരുന്നു SBI ക്ലർക്കിനെ അപ്രോച്ച് ചെയ്യാൻ ഉദ്ദേശിച്ചിരുന്നത്. ബട്ട് അൺഫോർച്ചുനേറ്റ്ലി കുറേ റീസൺസ്, ഒന്നിൽ കൂടുതൽ റീസൺസ് കാരണം എനിക്ക് പഠിക്കാനൊന്നുമേ സാധിച്ചില്ല. ഈ തവണത്തെ SBI ക്ലർക്ക് റിസൾട്ട് മീൻസ് കഴിഞ്ഞ SBI മെയിൻസിന് വേണ്ടി ഞാൻ നല്ല രീതിയിൽ പ്രിപ്പയർ ചെയ്തിരുന്നു. ബട്ട് ഇത്തവണ എനിക്ക് അത്രയൊന്നും ചെയ്യാൻ പറ്റിയിട്ടില്ല. അപ്പോൾ ഒത്തിരി പേര് എന്നോട് വിളിച്ച് എങ്ങനെയുണ്ട് എൻ്റെ ഫാദറിനൊക്കെ മെയിൽസൊക്കെ അയച്ച് എങ്ങനെയുണ്ട് ഫാദറിനൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. ആൻഡ് ഹീ ഈസ് നോട്ട് ദാറ്റ് മച്ച് ഓക്കെ. അതായത് ഇപ്പോഴും ഹോസ്പിറ്റലൈസ്ഡ് ആണ്. അതുകൊണ്ട് തന്നെ എനിക്ക് ആ ഒരു പഠിക്കാനുള്ളതും അങ്ങനെയുള്ള യാതൊരു വക ആ ഒരു മെൻ്റലി ഐ എം നോട്ട് ഓക്കെ. സോ ഇതുവരെയും ബുക്ക് ഞാൻ എടുത്തിട്ടില്ല. SBIക്ക് വേണ്ടിയിട്ട് ഞാനൊന്നും പ്രിപ്പയർ ചെയ്തിട്ടില്ലായിരുന്നു. ആൻഡ് ഐ വിൽ ഷോ യു മൈ റിസൾട്ട്. എൻ്റെ മാർക്സ് എന്ന് പറയുന്നത് 87.75 ആണ്. ആൻഡ് OBC ആൻഡ് ജനറൽ കട്ട് ഓഫ് 74 ആണ്. ഞാൻ 94 മാർക്സ് ആയിരുന്നു, 94 അറ്റംപ്റ്റ് ആയിരുന്നു SBI ചെയ്തതെന്നാണ് എനിക്ക് എൻ്റെ ഒരു ഊഹം. ഞാൻ 94 ചെയ്തിട്ടുണ്ടായിരുന്നു. ആൻഡ് എനിക്ക് ഇത്രയും മാർക്സാണ് സ്കോർ ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നത്. സോ മെയിൻസ് എക്സാമിന് വേണ്ടിയിട്ട് ഞാൻ ഷോർട്ട് ലിസ്റ്റ് ആയിട്ടുണ്ട്. ബട്ട് അൺഫോർച്ചുനേറ്റ്ലി എല്ലാ തവണത്തെയും പ്രിലിംസിനാണെങ്കിലും മെയിൻസിനാണെങ്കിലും അത്രമേൽ എഫേർട്ട് എടുത്ത് പഠിച്ചിട്ടാണ് ഞാൻ ഓരോ എക്സാമും അറ്റംപ്റ്റ് ചെയ്തിട്ടുള്ളത്. ബട്ട് ഇത്തവണ അങ്ങനെ അല്ല. ഒന്നും മൈൻഡിൽ ഒന്നുമേ പ്രിപ്പയർഡ് അല്ല. ബട്ട് ഞാൻ ചിന്തിക്കുന്നു ഇത് എക്സാം അറ്റംപ്റ്റ് ചെയ്യും എന്ന് തന്നെയാണ് വിചാരിച്ചിരിക്കുന്നത്. നിങ്ങൾക്കൊക്കെ എത്ര മാർക്സ് കിട്ടിയിട്ടുണ്ടെന്ന് ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. അപ്പോൾ നമുക്കറിയാമല്ലോ എല്ലാവർക്കും എത്ര സ്കോർസൊക്കെ ഒബ്റ്റെയിൻ ചെയ്യാൻ പറ്റിയിട്ടുണ്ടെന്ന്. അതുപോലെ തന്നെ മെയിൻസിന് വേണ്ടിയിട്ട് എങ്ങനെ വേണം പ്രിപ്പയർ ചെയ്യാൻ എന്നൊക്കെ പറഞ്ഞ് ഒത്തിരി പേര് ചോദിച്ചിട്ടുണ്ട്. ആൻഡ് ഞാൻ അങ്ങനെ ഒരു വീഡിയോ എനിക്ക് ടൈം കിട്ടുവാണെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾക്ക് വേണ്ടിയിട്ട് ചെയ്യുന്നതായിരിക്കും. ഫ്രാങ്ക്ലി സ്പീക്കിംഗ് ഞാനൊന്നും ഇപ്പോൾ പഠിക്കുന്നില്ലാത്തത് കൊണ്ട് തന്നെ എനിക്ക് പ്രത്യേകിച്ച് അങ്ങനെ ഒരു ആ ഒരു എക്സാം പോയിൻ്റ് ഓഫ് ലെവലിൽ നിന്ന് നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പറ്റിയിട്ടില്ല. എന്താണെങ്കിലും എന്ത് ചെയ്യുക, ഒരു ലാസ്റ്റ് 4 മന്ത്സിലെ CA മസ്റ്റായിട്ട് പഠിക്കുക. അതുപോലെ തന്നെ വീഡിയോ ക്ലാസ്സസ് വെച്ചിട്ടുള്ള മോക്ക് പേപ്പേഴ്സ് കൂടുതൽ അറ്റംപ്റ്റ് ചെയ്യുക. ഇത്രയൊക്കെയാണ്. ഇനിയിപ്പോൾ 16 17 ആയിരിക്കും എക്സാം, ഓർ 15, ഏതാണ് കറക്റ്റ് ഡേറ്റ് എന്ന് വന്നിട്ടില്ല. അപ്പോൾ ഇത്രയും ദിവസത്തിനുള്ളിൽ ചെയ്യാൻ പറ്റുന്നതെന്ന് പറയുന്നത് ഒന്നിരാട് ഒരു മോക്ക് എടുക്കുക, അതല്ലെങ്കിൽ സെക്ഷണൽസ് എടുക്കുക, അത് അനലൈസ് ചെയ്യുക. ദെൻ എവിടെയാണ് തെറ്റുന്നതെന്നുള്ളത് മനസ്സിലാക്കി അതിനുവേണ്ടി പ്രിപ്പയർ ചെയ്യുക. സോ ഇത്രയുമാണ് ഇന്നത്തെ വീഡിയോയിൽ പറയാനുള്ളത്. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്താൽ മതി. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.